ലാറ്റിൻ അമേരിക്ക വീണ്ടും ലോക ചരിത്രത്തിന്റെ കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു കാലത്ത് അപ്രാപ്യൻ എന്ന് കരുതപ്പെട്ടിരുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഇന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലിൽ ന്യൂയോർക്കിലേക്ക് എത്തുന്നു. എന്നാൽ ഇതൊരു സങ്കല്പം മാത്രമാണെങ്കിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ യാഥാർത്ഥ്യത്തെക്കാൾ ഭീകരമാണ്. 1989 മാനുവൽ നൊരിഗയെ പിടികൂടിയതിനു ശേഷം അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതല്ല, ഒരു ഭരണകൂടത്തെ തന്നെ പിഴുതെറിയുന്നതാണ്. കാർഡൽ ഡിലോസൻസ് മയക്കുമരുന്ന് കടത്തിന്റെയും നാർക്കോ ടോറിസം എന്ന കുറ്റകൃത്യത്തിന്റെയും കേന്ദ്രബിന്ദുവായി മഡുറോ പ്രവർത്തിച്ചുവെന്നതാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ ഗുരുതര ആരോപണം. ന്യൂയോർക്കിലെ കോടതിയിൽ ഈ കേസ് ആരംഭിച്ചാൽ അത് വെനസ്വേലയെ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കും ഒരു തുറന്ന മുന്നറിയിപ്പായിരിക്കും. പക്ഷേ ഇതിന്റെ അകത്തള രാഷ്ട്രീയം അതിലും അപകടകരമാണ്. മഡുറോ ഇല്ലാതായാൽ വെനസ്വേലയിൽ രൂപപ്പെടുന്നത് ഒരു അധികാര ശൂന്യതയാണ്. പ്രതിപക്ഷം മുന്നോട്ട് വരുമോ, അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളുമോ? അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു പുതിയ ശീതയുദ്ധത്തിന്റെ തുടക്കമായി മാറുന്നു. വെനസ്വേലയിൽ വൻ സാമ്പത്തിക നിക്ഷേപമുള്ള ചൈന, സൈനിക രാഷ്ട്രീയ സ്വാധീനമുള്ള റഷ്യ, ഇരുവരും ഈ നീക്കത്തെ അന്താരാഷ്ട്ര കടൽ കൊള്ള എന്നാണ് വിളിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ വാഗ്വാദങ്ങൾ കത്തിപ്പടരുമ്പോൾ ലോകം ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു: അമേരിക്ക എത്ര ദൂരം പോകും? സാമ്പത്തികമായി നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളിലൊന്നായ വെനസ്വേല മഡുറോയ്ക്ക് ശേഷം തുറക്കപ്പെടുകയാണെങ്കിൽ ആഗോള എണ്ണവില ഇടിയും. ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് വലിയ നേട്ടമാകും. എന്നാൽ വിമർശകർ പറയുന്നു, ഇതെല്ലാം ജനാധിപത്യത്തിനല്ല, എണ്ണക്കൊതിക്ക് വേണ്ടിയാണ്. USS ഐവോജിമയുടെ യാത്ര ഒരു തുറമുഖത്ത് അവസാനിക്കുന്നതല്ല, അതൊരു പുതിയ ലോകക്രമത്തിലേക്കാണ്. ട്രംപിസം പുതിയ തലത്തിലേക്ക് കടക്കുമോ? റഷ്യയും ചൈനയും തുറന്ന ഏറ്റുമുട്ടലിന് വരുമോ? ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിലേ തെളിയൂ.